അപ്പൊ സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അതെ, ഇന്ദ്രൻസേന്റെ കൂടെ എപ്പോഴും കൈപിടിച്ചിരുന്നു. തീർച്ചയായും സ്നേഹമുള്ള മനുഷ്യനെ സപ്പോർട്ട് ചെയ്യും എല്ലാ രീതിയിലും. അതാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും, മനസ്സിലാക്കി തരും. നമുക്ക് അങ്ങനെ ചില കാര്യങ്ങൾ ഭയങ്കര സൈലന്റ് ആയിട്ട് പറഞ്ഞുതരും. നമുക്ക് ഭയങ്കര ഒരു പിടുത്താണ് സംഭവം. നമ്മളെന്ന് വെച്ചാൽ രസമല്ലേ ഉണ്ണി എത്ര പറഞ്ഞ. അതെ, അതാണ് ഒരു കണക്ക്. അല്ല, ഇന്ദ്രൻസേട്ടന് ഇതെല്ലാം അനുഭവിച്ചു വന്നൊരു വ്യക്തിയാണ്. തീർച്ചയായും അറിയാം എന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. അല്ല, ഇന്ദ്രൻസേട്ടാ എല്ലാം അനുഭവിച്ചു വന്നൊരു വ്യക്തിയാണ് ഈ ഇവിടെ ഇരിക്കുന്നത്. ഇന്നും ഇന്ദ്രൻസേട്ടൻ ഈ നിങ്ങൾക്കൊക്കെ ലൊക്കേഷനിൽ ഏറ്റവും ആളുമായിട്ട് സംസാരിക്കും ഇന്ദ്രൻസേട്ടൻ ഉണ്ടാവുള്ളൂ. എന്നെ ഒരു ക്യാരവാനിലേക്കും പോകില്ല. തീർച്ചയായും എന്ത് ചൂടാണെങ്കിലും ഒന്ന് ഡ്രസ്സ് മാറാൻ പോകുമല്ലാതെ ക്യാരവാനിലേക്ക് പോകില്ലല്ലോ. ഇല്ല ആ പരിപാടി ആടെ ഇല്ല വേണ്ട പറഞ്ഞു. ആടെ സന്തോഷ് ഡയറക്ടർ എങ്ങനെ ആലോചിച്ചു. അപ്പോൾ പാടില്ല. ആദ്യമൊക്കെ ആടെ ഒരു വീടിന്റെ സൈഡിലോ ഒരു മണ്ണിന്റെ കട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കല്ലിന്റെ സ്ഥലത്തോ ഇത് ഭക്ഷണം കഴിക്കും ഇരിക്കും, ഒന്നും പ്രശ്നമില്ല. അത് നമ്മളെല്ലാവരും നോക്കും. ആടെ അത്ഭുതമല്ലേ ഇന്ദ്രൻസേട്ടൻ എന്ന് പറഞ്ഞാൽ. കാസർഗോഡിനെ ഒരു അത്ഭുതമായിട്ട് തന്നെ കണ്ട എല്ലാവരും സിനിമ. ഇന്ദ്രൻസേട്ടൻ അറിയാത്തവരെ ലോകത്തും മലയാളികളോ ആരുമില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഏതെങ്കിലും സൈഡിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും, എല്ലാവരെ പോലെ ഇരിക്കും. അപ്പം നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ഇന്ദ്രൻസേട്ടനെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടു. പക്ഷെ എല്ലാവർക്കും അത് പോയി ഒന്നും പ്രശ്നമില്ല. എല്ലാവരെ പോയിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഒരു കസേര മൊബൈൽ തോണ്ടലും ഇല്ല. ഇപ്പം മൊബൈൽ ഒന്ന് മാറിയല്ലോ ചേട്ടാ. ഇപ്പം ഭയങ്കര സെറ്റപ്പായി. അല്ല, മൊബൈൽ മാറി ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. ഇപ്പം വീഡിയോ എടുപ്പിക്കുമല്ലോ ആളുകള്. അതൊന്നുമില്ല. സിം കാർഡും അതൊന്നും മാറ്റി ഇപ്പുറത്ത് ഇട്ടുന്നേ ഉള്ളൂ. വാട്സപ്പ് അങ്ങനെയൊന്നും. വാട്സാപ്പ് ഇപ്പോഴും ഇല്ല. ആ ഫോൺ മേടിച്ചിട്ട് വാട്സാപ്പ് ഇല്ല. എന്താണ് ഇത് തന്നെ ആവശ്യത്തിന് വിളിക്കുന്ന ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. അതിനപ്പുറത്തേക്ക് ഒന്നിനും പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഫോൺ ചെയ്യാനല്ലാതെ അത് ഉപയോഗിക്കണ്ടെന്ന് വിചാരിച്ചു. ഇതിലും ഈ വലിയ ഫോണിലും വാട്സാപ്പ് എടുത്തിട്ടില്ല. മടിയാണോ? കുറെ കൂടുതൽ നമ്പർ സേവ് ചെയ്യാൻ പറ്റും. മറ്റേ ഇത്തിരിയല്ലേ ഉള്ളൂ. അത് ഇത്തിരിയുള്ള ഫോണിൽ ഇത്തിരി നമ്പറിലേ ഉള്ളൂ. ഇതിൽ കുറെ നമ്പർ സേവ് ചെയ്യും. വാട്സാപ്പ് വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചു. വാട്സാപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല. ഫേസ്ബുക്ക് മോൻ നോക്കുന്നുണ്ടെന്നോ അല്ലേ? മോനല്ല നോക്കുന്നത്. വാട്സാപ്പിലൊന്നും മെസ്സേജ് ഇന്ദ്രൻസേട്ട് അയക്കാനേ പറ്റില്ല. നമ്മള് മോനെ അയച്ചു കൊടുക്കണേ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ. ചെറിയ ഫോൺ തന്നെ വിളിക്കും. ഇപ്പം ഫോൺ നിർബന്ധമായിട്ട് വൈഫ് മേടിച്ചു കൊടുത്തു. നിർബന്ധമായിട്ട് മേടിച്ചു കൊടുത്തു. എന്നോട് ഇന്നാളെ പറഞ്ഞ് നിർബന്ധമായിട്ട് മേടിച്ചു കൊടുത്തത്. ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞു വെച്ച ഈ സിനിമയുടെ ഒരു കഥ പറയുമ്പോൾ നമുക്കൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ വെള്ളം കിട്ടാതെ ഒരു കിണറ്റിൽ നിന്നും വെള്ളം എടുക്കുന്ന ഒരു രീതി അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഒരു മോട്ടർ വെച്ച് കൊടുക്കുന്ന നന്മയുള്ള ഒരു കിണറ്റിൽ നിന്ന് തന്നെ എത്രയോ മോട്ടറുകൾ വയ്ക്കുന്ന നന്മയുള്ള ആളുകളുണ്ട്. ഇത്തരം സബ്ജക്റ്റ് ചെയ്യുമ്പോൾ ഇത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരിചയമുണ്ടല്ലോ, ഇങ്ങനെ ഒരു ജീവിത പരിചയമുണ്ടല്ലോ. അപ്പോൾ അത് ഉൾക്കൊള്ളും. ഒരു ഫാമിലിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണെന്ന് ഇന്ദ്രൻസേട്ട് തോന്നിയിട്ടില്ല ഇതിൽ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ? ഇത് ചിലപ്പം നമ്മുടെ സിറ്റിയിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് അതിശയമായിരിക്കും, ഇങ്ങനെയാണോ വെള്ളം എന്നുള്ളത്. കാരണം എല്ലാവരും മോട്ടർ തന്നെ വെച്ചിട്ടില്ല. അതും വലിയ ബാധ്യതയാണെന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും വന്ന് കോരി ചുവന്ന് കൊണ്ടുപോകണം. അപ്പം ഇങ്ങനെ ഉള്ളൂ. അപ്പം കിണർ പരക്കെ കുഴിച്ചാൽ വെള്ളം കിട്ടത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെയാണ് വെള്ളത്തിൻ്റെ വില എന്നറിയുന്ന ചിലപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾക്കും അതിശയമാവാം. സിനിമ അങ്ങനെ ഒന്ന് എല്ലാവരിലേക്ക് എത്താൻ കഴിയുകയാണെങ്കിൽ അതിൻ്റെ ഒരു വില എല്ലാവരും അറിയുകയും ചെയ്യും. അപ്പം അങ്ങനെ എത്തണം സിനിമ. അങ്ങനെ എത്തിയാൽ സത്യസന്ധമായ കാര്യമാണല്ലോ. അതാണ് ഞാൻ അങ്ങനെ കടങ്കഥ പോലെ തോന്നും കുട്ടികൾ. അതെ, നമ്മളിത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അനുഭവിച്ചുള്ളവരുണ്ട്, ഇപ്പോഴും അനുഭവിക്കും. അപ്പം ഇത് സത്യസന്ധമായ സാധനമാണ്. ഇത് കണ്ട് മനസ്സിലാക്കാൻ പ്രേക്ഷകർ എത്തിയാൽ മതി തിയേറ്ററിലേക്ക്. ചെറിയ സിനിമയാണ് നമ്മുടെ. ചെറിയ സിനിമ എന്ന് പറയുമ്പോഴും നമ്മളെ വലിയ സിനിമയാണ്. വലിയ വിഷയം തന്നെയാണ് പറയുന്നത്. അതെ, വലിയ വിഷയമാണ് പറയുന്നത്. സംസാരിക്കേണ്ട വിഷയമാണ് പറയുന്നത്. ഇപ്പൊ സിനിമകളിലെ വിജയ കാലഘട്ടമാണ്. അതാണ് ഈ സിനിമ ഇപ്പൊ ഇറങ്ങുന്ന സമയം വിജയിച്ച സിനിമ. പ്രതിഷേധം. അതെ, മുഖംമൂടിയൊന്നും ഇല്ല, അതുകൊണ്ട് അവർ സ്വീകരിക്കും. പച്ചയായ മനുഷ്യർ പച്ചയായ രീതിക്ക് അഭിനയിച്ച് പച്ചയായ കഥ പറഞ്ഞിരിക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് എനിക്ക് പറയാൻ അങ്ങനത്തെ ഒരു സിനിമയാണ്. ഇതെല്ലാം എനിക്ക് പോസ്റ്ററിൽ കാണുമ്പോൾ എല്ലാം ഒരു സാധാ ആളുകൾ അല്ലേ. നമ്മുടെ ഇന്ദ്രൻസേന്റെ വൈഫായിട്ട് രമ്യ ഉണ്ടെങ്കിലും സാധാ രമ്യാണ്. മറ്റ് കഥാപാത്രങ്ങളൊക്കെ ആരെയാണ് ഇന്ദ്രൻസേട്ടാ? ബാബു അന്നൂരുണ്ട്, പിന്നെ നമ്മുടെ ഇയാള് രമ്യ ഉണ്ടല്ലോ. രമ്യ അങ്ങനെ ഒക്കെ കിടിലം നാടകക്കാരും അല്ലാത്തവരും ആരാധിക്കുന്നവരും ഒക്കെ തന്നെ ഉണ്ട്. ഈ ഡയറക്ടർ ഇതിനു മുമ്പ് സന്തോഷ് കീഴാറ്റൂരിനെ വെച്ചപ്പോഴെടുത്ത് അവാർഡ് വാങ്ങിയ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റ് ഈ സിനിമയ്ക്ക് എന്തായാലും വേറെ രീതിക്കായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. സിനിമയെ കുറിച്ചും ശരിക്കും അതിന്റെ എന്താണ് ജനങ്ങളോട് പറയാനും ആൾക്കൊരുപാടുണ്ടാവും. കാഴ്ചപ്പാടിനനുസരിച്ച്
ഉള്ള വ്യത്യാസങ്ങളായിരിക്കും. പ്രൊഡ്യൂസറും ഒക്കെ സിനിമ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ആളുടെ സിനിമ, പക്ഷേ വലിയ സിനിമാക്കാരുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള, നമ്മളെ നേരത്തെ AKG സിനിമയൊക്കെ ചെയ്ത ഒരു കൂട്ടുകെട്ടിലേക്കുള്ള പ്രൊഡ്യൂസറാണ്. അപ്പൊ ഇവരെല്ലാം ഒരുമിച്ച് നിന്ന് അറിയാവുന്ന ആളാണ്. ഇപ്പൊ ഉണ്ണി കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇന്ദ്രസേട്ടാ, പുള്ളിയുടെ യാത്രയാണ് പറഞ്ഞല്ലേ, പുള്ളിയുടെ യാത്ര, ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവിടെയൊക്കെ ഒരു വീഴ്ച സംഭവിച്ചാൽ നമുക്ക് ഒരു കൈപിടിച്ചു ഉയർത്താൻ ആരെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ വെച്ച് തന്നെ മുന്നോട്ട് പോകണമെന്നാണോ ഒരു ഉപദേശം? അല്ല, ഒരിക്കലും പ്രതീക്ഷിക്കരുതെന്നാ. അതുകൊണ്ടാണ് പരാതി പറയേണ്ടി വരുന്നത്. ചിലർ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, എന്നെ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, അത് പാഴുവാക്കാം. അങ്ങനെയല്ല, അങ്ങനെ ആരും ഉണ്ടാവില്ല, ആർക്കും നേരമില്ല, എല്ലാവരും ഇങ്ങനെ ഓടുകയാണ്. മക്കൾക്ക് പോലും ചിലപ്പോൾ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എത്രയോ കാണുന്നുണ്ട്, മക്കളെയൊക്കെ പുറത്തയച്ചു വലിയ നിലയിലാണ്, എന്നിട്ടിവിടെ ഒന്ന് പിടിച്ചെഴുന്നേക്കാൻ ആരും കാണത്തില്ല. അത് പ്രവൃത്തിയുടെ ഫലം തന്നെയാണ്. അത് നമുക്കുള്ള നമ്മൾ കരുതുക എന്നുള്ളതല്ല, നമുക്ക് എപ്പോഴും നമുക്കായിട്ട് വെച്ചിരിക്കണം. നമ്മൾ കരുതി ജീവിക്കുക മാത്രമേ ഉള്ളൂ. നമ്മൾ ആർക്കും കുറ്റം പറയാനോ പരാതി പറയണോ നമുക്ക് അവകാശമുണ്ട്. കിട്ടിയാൽ കിട്ടുന്നത് ഭാഗ്യമെന്ന് മാത്രമേ. വളർന്നു വരുന്ന അവനത് അനുഭവിച്ചതാണ്. അപ്പോൾ അയാൾക്ക് ഇനി അറിയാതെ വീണാൽ അങ്ങനെ ഒരു കലാകാരൻ വേറൊരുത്തിന് ഒരു വീഴ്ച വന്നാൽ ഇയാൾക്ക് പെട്ടെന്ന് അത് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇയാൾക്ക് പോയി നോക്കാം, മറ്റൊരു അനുഭവം ഇല്ലല്ലോ. അനുഭവമുള്ളവർക്കാണ് ഫീൽ ചെയ്യുള്ളൂ. കുണ്ടലപുരാണ് നല്ല സിനിമയാണ്, തിയേറ്ററിൽ പോയി എന്തായാലും കാണില്ല. നമ്മൾ പറഞ്ഞത് പുരാണ പറഞ്ഞോണ്ടിരുന്നത്, അതാണ് നമ്മുടെ പുരാണ പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ ഈ കുണ്ടല പുരാണത്തിന്റെ കഥകൾ എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഒത്തിരി പുരാണം കാണാൻ പറ്റും ഈ സിനിമ കഴിഞ്ഞാൽ. നമ്മൾ അനുഭവിച്ചതും നമ്മൾ അയൽവാസി അനുഭവിച്ചതും, നമ്മൾ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ അയൽവക്കത്തുള്ള ചേട്ടനാണോ ഇത്, അല്ലെ അയൽവക്കത്തുള്ള ചേച്ചിയാണോ, അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റിയാൽ ആ സിനിമയുടെ വിജയം വേറെ ആയിരിക്കും. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന, കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം എന്ന് എൻ്റെ ഒരു വിശ്വാസം. അദ്ദേഹത്തിന്റെ നേരത്തെ സിനിമ വെച്ച് ഞാൻ പറഞ്ഞതാണ്. സൂപ്പർ ഹിറ്റ് ആട്ടെ സിനിമ, എല്ലാവരും കാണണം തിയേറ്ററിൽ പോയിട്ട്. നമ്മൾ എന്തായാലും ഈ സിനിമയുടെ കൂടെ ഉണ്ടാവും. നമുക്ക് ഇത്ര ചെറിയ സിനിമകൾ വിജയിപ്പിച്ചെടുക്കാൻ നമ്മളും ബാധ്യസ്ഥനാണല്ലോ. നമ്മളിവിടെ ഇരുന്ന് ഇന്റർവ്യൂ, നിങ്ങളുടെ ഇന്റർവ്യൂ കൊടുത്തിട്ട് നമ്മൾ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ കൂടെ നിൽക്കാനുള്ള മാന്യത കാണിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് മാധ്യമപ്രവർത്തകൻ. ഞാൻ അങ്ങനെ കണക്കൂട്ടുന്ന ആളാണ്. എന്താവശ്യമുണ്ടെങ്കിൽ വിളിക്കാം, ഞാൻ പ്രൊഡ്യൂസറിന്റെ അടുത്തും പറയും, ഡയറക്ടറിന്റെ എന്താവശ്യമുണ്ടെങ്കിൽ വിളിക്കാം ഞാൻ പറഞ്ഞിട്ട് തന്നെ പോകും. അപ്പോൾ സൂപ്പർ ഹിറ്റ് ആട്ടെ അല്ലേ. ചിരിച്ച മുഖം, രണ്ടും ചിരിച്ച മുഖമാണ്. അത് ആണ് ആ പറയുമ്പോൾ തന്നെ ചിരിച്ച മുഖത്തോടെ അവസാനിക്കുന്നു.